നിലവിൽ കേരളത്തിൽ എയറിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ആരാണെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ കാണത്തുള്ളൂ. കലാമണ്ഡലം സത്യഭാമ. ഈ കലാമണ്ഡലം സത്യഭാമ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മുൻപ് കലാമണ്ഡലം വി സത്യഭാമ എന്നൊരു ആർട്ടിസ്റ്റ് ജീവിച്ചിരുന്നു. 2015 സെപ്റ്റംബറിലായിരുന്നു ആ ടീച്ചർ അന്തരിച്ചത്. പത്മശ്രീ പുരസ്കാരം നേടിയ അവർ ക്ലാസിക്കൽ ഡാൻസർ, അധ്യാപിക, കൊറിയോഗ്രാഫർ എന്നീ നിലകളിലൊക്കെ തന്നെ അവർ തന്റെ സജീവ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സത്യഭാമയല്ല ഈ ഒരു സത്യഭാമ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഈ സത്യഭാമയും ഒരു നൃത്ത അധ്യാപിക തന്നെയാണ്. ഇവരാണ് ഈ അടുത്ത കാലത്ത് വിവാദപരമായ ഒരു പരാമർശം നടത്തിയത്. അതായത് മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നത് മോഹിനിയായിരിക്കണം, അല്ലാതെ മോഹനനാവരുതെന്നും, കറുത്ത കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുവാൻ പാടില്ല എന്നും, അവർ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റു വേദികളിലോ അവരുടെ കല പ്രദർശിപ്പിച്ചോട്ടെ, എങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നും, കാരണം മത്സരത്തിൽ മാർക്കിടുമ്പോൾ സൗന്ദര്യം എന്നൊരു കോളമുണ്ടെന്നും, അതുകൊണ്ട് കറുത്ത കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെയുള്ള വിവാദ പരാമർശങ്ങളൊക്കെ ഇവർ നടത്തുകയുണ്ടായി. കറുപ്പിന് ഏഴഴകാണ്, അല്ലെങ്കിൽ എല്ലാ നിറത്തിനും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് എന്നിങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും വാചാലരാവാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വർണ്ണനകളൊക്കെ നമ്മുടെ തൊലിയിലേക്ക് എത്തുന്നത് വരെ ഉള്ളൂ എന്നതും യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനെ കീഴ്പ്പെടുത്തി വെക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനേക്കാൾ ബെറ്റർ ആണെന്ന് കാണിക്കുക, ഇത്തരത്തിലുള്ള രീതികളൊക്കെ റേസിസത്തിൽ ഉൾപ്പെടുന്നവയാണ്. എന്നാൽ ഒരേ ഗ്രൂപ്പിൽ തന്നെ കളറിന്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവിനെയാണ് നമ്മൾ കളറിസം എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കളറിസത്തെ കുറിച്ചിട്ടാണ്. സോ വീഡിയോ മുഴുവനായി കാണുക, അറിവ് നേടാനായി അഭിനിവേശത്തോടെ വരിക. ഇറ്റ്സ് മീ അഭിനേഷ് ആനന്ദ്. വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ പറഞ്ഞു, സ്കിൻ ടോണിനെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനത്തെയാണ് നമ്മൾ കളറിസം അഥവാ ഷെയ്ഡിസം എന്നൊക്കെ പറയുന്നത്. ചില വംശീയ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെയോ, ഇരുണ്ട ചർമ്മമുള്ള വർഗത്തിൽപ്പെട്ടവരായി കരുതപ്പെടുന്ന ആളുകളെയോ, അവരുടെ ഇരുണ്ട ചർമ്മത്തെ അടിസ്ഥാനമാക്കി സൊസൈറ്റിയിൽ അവരെ വ്യത്യസ്തരായി പരിഗണിക്കുന്ന രീതിയാണ് ഈ കളറിസത്തിൻ്റെത്. കുറച്ചുകൂടെ ലളിതമായി പറയുകയാണെങ്കിൽ, ഒരാൾ മറ്റൊരാളെ സ്കിൻ കളറിന്റെ പേരും പറഞ്ഞ് പരിഹസിക്കുകയോ ചൂഷണം ചെയ്യുന്നതിനെയാണ് നമ്മൾ കളറിസം എന്ന് പറയുന്നത്. അതായത് വെളുത്ത സ്കിൻ അഥവാ ലൈറ്റ് സ്കിൻ ടോൺ ഉള്ള ആളെ ഗ്ലോറിഫൈ ചെയ്യുകയും ഡാർക്ക് സ്കിൻ ഉള്ളവരെ മോശമായി അല്ലെങ്കിൽ അതൊരു കുറവായി ചിത്രീകരിക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ രീതി. ആലീസ് വോക്കറാണ് കളറിസം എന്നൊരു ടേം 1982 മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഡിഫറെന്റ് കളേഴ്സ് വന്നത്? ട്രോപ്പിക്സിൽ ജീവിക്കുന്ന ആളുകളുടെ സ്കിൻ കളർ എന്നത് കോൾഡർ ക്ലൈമറ്റിൽ ജീവിക്കുന്ന ആളുകളെക്കാളും ഡാർക്കർ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെ തുടർന്നുണ്ടായ റിസർച്ചിന്റെ ഭാഗമായി കണ്ടെത്തിയ ഒരു കാര്യമാണ്, അതായത് കണ്ണിന്റെ കളർ, അതുപോലെ തന്നെ മുടിയുടെ കളറൊക്കെ പോലെ തന്നെ സ്കിൻ കളറും പേരൻസിൽ നിന്നും കുട്ടികളിലേക്ക് ജീൻ ത്രൂ പാസ് ചെയ്യുന്ന ഒന്നാണെന്ന്. അതുപോലെ തന്നെ സൂര്യനിൽ നിന്നും സിമിലർ എമൗണ്ട് UV റേഡിയേഷൻസ് ലഭിക്കുന്ന റീജിയനിൽ താമസിക്കുന്ന ആളുകൾക്കും സിമിലർ കളർ ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ സ്കിൻ കളർ ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലെ മെലാനിന്റെ എമൗണ്ട് ആണ്. മെലാനോസൈറ്റ്സ് എന്ന സ്പെഷ്യൽ സെൽസിനാൽ നിർമ്മിതമായ ഡാർക്ക് ബ്രൗൺ കളറിലുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള പിഗ്മെന്റിനെയാണ് നമ്മൾ മെലാനിൻ എന്ന് പറയുന്നത്. ട്രോപ്പിക്കിൽ ജീവിക്കുന്നവരിലേക്ക് കൂടുതൽ ഹാർംഫുൾ UV റേഡിയേഷൻസ് സൂര്യനിൽ നിന്നും വന്നു പതിക്കും. ഇത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫോളേറ്റ് സ്റ്റോർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഈ ഒരു വിറ്റാമിൻ നമ്മുടെ ശരീരത്തിൽ പല ഇമ്പോർട്ടൻറ്റ് റോളും വഹിക്കുന്ന ഒന്നാണ്. സോ ഈ ഒരു ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ബോഡി കൂടുതൽ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു മെലാനിനാണ് സ്കിൻ കളറിനെ ഡാർക്കർ ആക്കുന്നത്. പിന്നീട് ആളുകൾ നോർത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ അവർക്ക് സൂര്യനിൽ നിന്നും കുറച്ച് UV റേഡിയേഷൻസ് മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായി വന്നുള്ളൂ. പക്ഷേ അത് വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസിക്ക് കാരണമായി തീർന്നു. സോ വിറ്റാമിൻ ഡി കൂടുതൽ ലഭിക്കുവാനായി സ്കിന്നിന് മെലാറ്റോണിന്റെ അളവ് കുറയ്ക്കേണ്ടതായി വന്നു. എങ്കിൽ മാത്രമേ UV റേസ് കൂടുതൽ അവരിലേക്ക് പാസ് ചെയ്യുകയുള്ളൂ. അതിന്റെ ഫലമായി അവരുടെ സ്കിൻ കളർ ക്രമേണ ലൈറ്റർ ആവാൻ തുടങ്ങി. ഇങ്ങനെയാണ് ലൈറ്റർ സ്കിന്നുള്ളവരുടെയും ഡാർക്കർ സ്കിന്നുള്ളവരുടെയും ജനറേഷൻസ് വ്യത്യസ്തമായി രൂപപ്പെട്ടത്. UV റേഡിയേഷൻസ് സ്കിൻ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഒരു നാച്ചുറൽ സൺസ്ക്രീനായും മെലാറ്റോണിൻ പ്രവർത്തിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സൂര്യന്റെ UV റേഡിയേഷൻസിനെ എത്ര എഫക്റ്റീവ്ലി നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു എന്നതിന്റെ പാരാമീറ്റർ മാത്രമാണ് നമ്മുടെ സ്കിൻ കളർ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ക്യാരക്ടർ, ജാതി, ഗുണം എന്നിവയുമായി ഒന്നും തന്നെ അതിന് യാതൊരുവിധ ബന്ധവുമില്ല. ഇനി എങ്ങനെയാണ് ഈ ഒരു കളറിസം നമ്മളിലേക്ക് ഇൻജെക്ട് ചെയ്യപ്പെട്ടതെന്ന് നോക്കാം. ഇന്ത്യൻ ജനതയിൽ കളറിസം തീവ്രമായി ഇൻജെക്ട് ചെയ്തതിൽ പ്രധാന കാരണക്കാർ ബ്രിട്ടീഷുകാരാണ്. ഇതിനു മുമ്പും ഇവിടെ ദ്രാവിഡന്മാരും ആര്യന്മാരും മുഗളന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. മുഗൾ ചക്രവർത്തിമാരൊക്കെ ലൈറ്റ് സ്കിൻ കളർ ഉള്ളവർ ആയിരുന്നെങ്കിൽ പോലും ഇത്തരത്തിലൊരു കളറിസത്തിന്റെ തീവ്രതയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് അധികാരം കൈക്കൊള്ളുന്ന വെളുത്ത നിറമുള്ള മുഗൾ ചക്രവർത്തിമാരോട് ഇരുണ്ട നിറമുള്ള ജനതയ്ക്ക് ആരാധനയായിരുന്നു തോന്നിയിരുന്നത്. അതായത് ഇന്ന് പല സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ അവരെ പോലെ ആകണം എന്നാഗ്രഹിക്കുന്നത് പോലെ. എന്നാൽ ബ്രിട്ടീഷുകാർ ഇങ്ങനെ ആയിരുന്നില്ല. അവർ മനഃപൂർവ്വം ഇത്തരമൊരു വേർതിരിവ് ജനങ്ങളിലേക്ക് ഇൻജെക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതായത് അവരുടെ പല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും റെസ്റ്റോറൻറ്റ്സിലും ഇന്ത്യൻസ് ആൻഡ് ഡോഗ്സ് ആർ നോട്ട് അലൗഡ് എന്നും ബ്ലാക്ക് ഇന്ത്യൻസ് ആർ നോട്ട് അലൗഡ് എന്നും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ അവരുടെ കയ്യാളുകളായി ചില ഇന്ത്യൻസിനെയും നിയമിച്ചിരുന്നു. ഇവിടെ ഒരു പ്രശ്നം എന്തെന്നാൽ
അവർ നിയമിക്കുന്ന ഇന്ത്യക്കാരെല്ലാം തന്നെ ലൈറ്റ് സ്കിൻ കളർ ഉള്ളവരായിരിക്കും, അതും ഉയർന്ന ജാതിയിൽപ്പെട്ടവരും. എന്നാൽ ഡാർക്ക് സ്കിൻ കളറുള്ള കീഴാളന്മാർ ഇത്തരം പദവികൾക്കൊന്നും തന്നെ യോഗ്യരല്ല എന്നും അവർ എല്ലായ്പ്പോഴും അടിമകളായി തന്നെ തുടരേണ്ടവരാണെന്നും അവരെല്ലായ്പ്പോഴും താഴെത്തട്ടിൽ നിൽക്കേണ്ടവരാണെന്നുമൊക്കെയുള്ള ചിന്താഗതി ഇത്തരം പ്രവർത്തികളിലൂടെ ബ്രിട്ടീഷുകാർ ആളുകളിലേക്ക് ഇൻജക്ട് ചെയ്തു. അങ്ങനെ സവർണരുടെ ലൈറ്റ് കളർ അധികാരത്തിന്റെയും ആഠ്യത്വത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഒക്കെ പ്രതീകമായി മാറി. കാലം പുരോഗമിച്ചിട്ടും ഇന്നും നമുക്കിടയിൽ ഇത് പല രൂപത്തിൽ നിലനിൽക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഡവ്, നിവിയ, പോൺസ് പോലുള്ള കോസ്മെറ്റിക് കമ്പനീസ് ആണ് കളറിസത്തിന് പിന്നീട് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളത്. ബേബി പ്രോഡക്ട്സിലൂടെ ഒരു കുഞ്ഞ് ജനിക്കുന്ന കാലം തൊട്ട് ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് അവനിൽ ഇൻജക്ട് ചെയ്തു വെക്കുന്നതിൽ ഇത്തരം കമ്പനികൾക്ക് വലിയൊരു പങ്കുണ്ട്. സോഷ്യൽ മീഡിയ, മാട്രിമോണി, ഫിലിം ഇൻഡസ്ട്രി, ഇവിടെയെല്ലാം തന്നെ കളറിസം വലിയ തോതിൽ കാണാൻ സാധിക്കും. ഇതിനുവേണ്ടി അവർ പ്രധാനമായും ഉപയോഗിക്കുന്നത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, മുഗൾ ഭരണകാലത്ത് അന്നത്തെ രാജാക്കന്മാരുടെ നിറത്തോട് സാധാരണ ജനങ്ങൾക്ക് ആരാധന തോന്നിയ കാര്യം. അതായത് അധികാരം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ നിറത്തിലുള്ളവർ അതിന് യോഗ്യരാണെന്നുള്ള ഒരു മിഥ്യാധാരണ അന്നേ ജനങ്ങളിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് സെലിബ്രിറ്റീസും. ഇന്ന് സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ആരാധന തോന്നുന്നത് ഈ കൂട്ടരോടായിരിക്കും. അവരുടെ വസ്ത്രധാരണം, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ സൗന്ദര്യം എന്നിങ്ങനെ അവരെ പോലെ ആവണമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം സാധാരണക്കാർ. അങ്ങനെയുള്ളവരിലേക്ക് ഇത്തരം പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവരെക്കാൾ മികച്ച മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരിലൂടെ ഇത്തരം കമ്പനീസ് കോസ്മെറ്റിക് പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് പഴയ വീഞ്ഞ് തന്നെ പുതിയ കുപ്പിയിലാക്കി കൊടുക്കുന്നു എന്ന് മാത്രം. ഇനി കലയിലേക്ക് വരികയാണെങ്കിൽ പല ചിന്താഗതികളും ഒരു കാലം വരെ നമ്മളിൽ അന്ധമായി നിലനിന്നിരുന്നു. അതായത് ജെൻഡർ വൈസ് കലാരൂപങ്ങളെ തരംതിരിക്കുന്ന രീതി. ആൺകുട്ടികൾക്ക് ഇന്ന ഐറ്റംസ്, പെൺകുട്ടികൾക്ക് ഇന്ന ഐറ്റംസ് എന്നിങ്ങനെ കലാരൂപങ്ങളെ വേർതിരിച്ചിരുന്നു. പണ്ട് കാലത്ത് ആൺകുട്ടികൾ മാത്രം ചെയ്തിരുന്ന ആർട്ട് ഫോംസ് ഇന്ന് പെൺകുട്ടികളും ചെയ്യാറുണ്ട്. അതുപോലെ തിരിച്ചും സംഭവിക്കും. മോഹിനിയാട്ടം മോഹിനികൾക്ക് മാത്രമല്ല, മോഹനനും ആടാം എന്നതിൽ തെറ്റൊന്നും തന്നെയില്ല. പിന്നെ ആൺകുട്ടികൾ ക്ലാസിക്കൽ നൃത്തം ചെയ്യുന്നതിനെ ഒരു IA ടൈപ്പിലേക്ക് മാറ്റി നിർത്തുന്ന ഒരു വിഭാഗം ആളുകളും നമുക്കിടയിലുണ്ട്. അവരൊക്കെ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് വേണം പറയാൻ. ശരിയാണ്, കലയ്ക്ക് നിറമുണ്ട്. നമ്മൾ പല നിറങ്ങളെയും പല കാര്യങ്ങൾ സിംബോളൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ വെള്ള സമാധാനത്തെ പ്രതിനിധാനം ചെയ്യുന്നു, പച്ച പ്രോസ്പെരിറ്റിയെയും ചുവപ്പ് ഡേഞ്ചറിനെയും സൂചിപ്പിക്കുന്നു എന്നിങ്ങനെ പല നിറങ്ങളും നമ്മൾ പല കാര്യങ്ങളും ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കലയിലും നമ്മൾ ഇത്തരത്തിൽ പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടിയും പല കഥാസന്ദർഭങ്ങൾ പ്രകടമാക്കുന്നതിന് വേണ്ടിയും വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കഥകളി പോലുള്ള കലാരൂപങ്ങൾ അതിനുദാഹരണങ്ങളാണ്. ഇതൊക്കെ കലാരൂപങ്ങൾക്കും കഥാപാത്രങ്ങൾക്കും കാണികളിലേക്ക് ആശയങ്ങൾ കൈമാറുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവയാണ്. ഇത്തരത്തിലുള്ള നിറവ്യത്യാസങ്ങൾ മനുഷ്യന്റെ വ്യക്തിത്വത്തിലേക്ക് അല്ലെങ്കിൽ അവന്റെ അസ്തിത്വത്തിലേക്ക് അനാവശ്യമായി കലർത്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുമ്പോഴാണ് കല ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. നിറത്തെ അതിജീവിച്ച് കഴിവുകൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത ഒരുപാട് കലാകാരന്മാർ നമുക്ക് മുന്നിൽ ഉദാഹരണങ്ങളായി നിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള ചിന്താഗതിയുമായി ജീവിക്കുന്നവർ നമുക്കിടയിൽ ഉണ്ട് എന്നത് പരിതാപകരമായ ഒരു കാര്യമാണ്. കളറിസത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.